Play the music, Govind. Okay, sir. വാടാ. ഓഫീസിൽ മീറ്റിംഗ് ഒക്കെ ഞാൻ ഒഴിവാക്കിയിട്ട് വന്നത് എന്തിനാ? അവര് നമ്മളോട് അത്രയ്ക്കും റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞ എന്തിനാ? നിന്നോട് അത്രയും സ്നേഹം കാണിക്കുന്ന അവരോട് വരില്ല വരില്ലെന്ന് എങ്ങനെയാടാ പറയുന്നത്? അങ്ങനെ പറയാൻ പാടില്ല. നീ ബെൽറ്റ് ഊരിക്ക്. എന്തിനാ ബെൽറ്റ് അടിക്കാൻ പറയുന്നത്? എന്നെ ബെൽറ്റ് കൊണ്ട് അടിക്കാൻ പോണോ? സീറ്റ് ബെൽറ്റ് അഴിക്കാനാ പറഞ്ഞത്. ഞാൻ തന്നെ അഴിക്കാം. അച്ഛാ, ഇതെല്ലാം ടൂ മച്ചാ. അച്ഛൻ കുറച്ച് ഓവറായിട്ട് സംസാരിക്കുക. അതൊന്നും എനിക്ക് ഇഷ്ടമേ അല്ല. അതുകൊണ്ട് ഞാൻ വരുന്നില്ല. അയ്യോ, അങ്ങനെ പറയാടെ മുത്തേ. ബെൽറ്റ് അഴിക്കുന്നൊക്കെ ഒരു പ്രശ്നമാണോടാ? ഒന്നും വേണ്ട, വണ്ടി തന്നെ ഇരിക്ക്. റിവേഴ്സ് എടുക്ക്, വീട്ടിൽ പോവാം. എന്തിനാടാ ഇങ്ങനെ വാശി പിടിക്കുന്നേ? ഒരു 5 മിനിറ്റ് കണ്ടിട്ട് പോയാ എന്താടാ? അയ്യോ, ഫ്രഷ് ആയിട്ട് പെട്ടെന്ന് ഇറങ്ങാന്ന് വിചാരിച്ചപ്പോ ഇത്ര ലേറ്റ് ആയല്ലോ. ഇനിയിപ്പോ കവിനെ എങ്ങനെ വിളിച്ചോണ്ട് വരിക? അയ്യോ, അളിയന്തേ എത്തിയല്ലോ. അമ്മയല്ലേ പറഞ്ഞ അളിയൻ ഇങ്ങോട്ട് വരാൻ പാടില്ല എന്ന്. അയ്യോ, ഇപ്പൊ വീട്ടിൽ കയറി വന്ന ചേച്ചിയെ കാണുമല്ലോ. ഹായ് ബ്രോ. അയ്യോ, പിടിച്ച് ദേ വിളിക്കുന്നു. ഹായ്. അത് മാമൻ വരുന്നുണ്ട്, നമുക്ക് കണ്ടിട്ട് വരാം. വാ. എന്താടാ ഇവിടെ തന്നെ ഇരിക്കുന്നേ? ഇറങ്ങടാ. അച്ഛാ, നിരയുടെ വീട് കണ്ടില്ലേ? തീപ്പട്ടിക്കൂടിന്റെ അത്രേ ഉള്ളൂ. എനിക്ക് ആ വീട്ടിൽ കയറുന്നതേ ഇഷ്ടമല്ല. കവിൻ, മറ്റൊരു വീടിന്റെ വലുപ്പ ചെറുപ്പത്തെ കുറിച്ചൊന്നും പറയാൻ പാടില്ലെന്ന് ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടില്ലേ? നീ ഒരു കുട്ടിയല്ലടാ. വാ. അച്ഛാ, ആ നില ക്ലാസ് ഫസ്റ്റ് ആയതിന്റെ അഹങ്കാരമൊക്കെ കാണിക്കും. എനിക്കവളെ കാണുന്നേ ഇഷ്ടമല്ല. ഞാൻ വരുന്നില്ല. അച്ഛനും പോണ്ട. വണ്ടി റിവേഴ്സ് എടുക്ക്. അതൊന്നും പറ്റില്ല. ഇവിടെ വരെ വന്നതല്ലേ? വന്ന സ്ഥിതിക്ക് അവരെ ഒന്ന് കണ്ടിട്ട് പോകുന്നതാണ് മര്യാദ. ഇല്ലില്ല, ഞാൻ വരില്ല. ഇതെന്താ സാറ് തന്നെ മോനെ കൊണ്ടുവന്നേ? എന്താ, ഞാൻ വരാൻ പാടില്ലേ? അതല്ല സാർ. ഏതല്ല? ഞാൻ തന്നെ വീട്ടിലേക്ക് വന്ന് മോനെ കൂട്ടിക്കൊണ്ടുവരാന്നാ വിചാരിച്ചിരുന്നെ. ഇപ്പൊ സാറ് തന്നെ കൊണ്ടുവന്നില്ലേ, അതാ ഞാൻ ഷോക്കായി പോയ. ഷോക്കോ? എന്തിന്? അതല്ല സാർ, സാറിന് ഒരുപാട് ജോലിയൊക്കെ ഉള്ളതല്ലേ. സാർ ആരാ? ഇത്രയും വലിയ കമ്പനിയുടെ ഓണർ അല്ലേ. സാറൊന്ന് ഫ്രീ ആയിട്ടിരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. എന്റെ ബോർഡ് മീറ്റിംഗ് എനിക്ക് ഉണ്ടായിരുന്നതാ. സാർ, എന്നാ സാർ വേഗം അങ്ങോട്ടേക്ക് വിട്ടോ. ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞോളാം, പിന്നെ കാണാലോ. സാറിന്റെ ഈ തിരക്കിന്റെ ഇടയിൽ ഇത്രയും ദൂരം വരേണ്ടതുണ്ടായിരുന്നോ? എന്റെ മോനേക്കാൾ വലുതൊന്നല്ല എനിക്ക് ജോലി. കാര്യം എന്താണെന്ന് അറിയാതെയാണല്ലോ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത്. എന്തു പറ്റി ബ്രോ? അത് പിന്നെ സാർ, കവിൻ മോനെ ഞാനവിടെ വന്ന് കൂട്ടിക്കൊണ്ടുവരാന്ന് വിചാരിച്ചിരുന്നേ. ഇപ്പൊ സാറ് തന്നെ കൊണ്ടുവന്ന സ്ഥിതിക്ക് പിന്നെ എന്റെ ജോലി ആര് ചെയ്യാനാ സാർ? ഇതിലെന്താ കുഴപ്പമുള്ളത്? സാറല്ലേ വിട്. സാർ, അങ്ങനെയൊന്നും വിടാൻ പറ്റില്ല. അയ്യോ, ഇപ്പൊ എന്ത് പറഞ്ഞു നിൽക്കും? അങ്ങനെയല്ല സാർ, എനിക്ക് ജോലിയൊന്നുമില്ലല്ലോ. അതുകൊണ്ട് എന്റെ അമ്മ എന്നെ വിശ്വസിച്ച് ഒരു ജോലിയും തരില്ല സാർ. എന്താന്നറിയില്ല, ഇന്ന് അമ്മ എന്നെ പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു അവിടെ വന്ന് കവിൻ മോനെ വിളിച്ചോണ്ട് വരാൻ. ആകെ കിട്ടിയൊരു ജോലി അതുപോലെ മര്യാദയ്ക്ക് ചെയ്യാൻ സാറ് സമ്മതിച്ചില്ല. ഇതെങ്ങാനും അമ്മ അറിഞ്ഞാ പിന്നെ എന്നെ കൊണ്ട് ഒരു ജോലിക്കും കഴിവില്ല എന്ന് പറഞ്ഞു വഴക്ക് പറയും. അതുകൊണ്ട് സാർ ഒരു കാര്യം ചെയ്താൽ മതി. എന്താ ഞാൻ ചെയ്യേണ്ടത്? സാറിന്റെ മോനെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്ക. എന്നിട്ട് ഞാനവിടെ വന്ന് കവിൻ മോനെ വിളിച്ചോണ്ട് ഇവിടേക്ക് കൊണ്ടുവരാം. സാറിന്റെ പുണ്യം കൊണ്ട് എന്റെ വീട്ടിൽ എനിക്കൊരു വില കിട്ടുമല്ലോ. ഈ ഐഡിയ നന്നായിട്ടുണ്ടല്ലോ. വാച്ചാ, നമുക്ക് വീട്ടിൽ പോവാം. ഒന്നും മിണ്ടായിരടാ. അല്ല ബ്രോ, വീട് വരെ വന്നല്ലേ? ഇവിടെ വരെ വന്നിട്ട് തിരിച്ചു പോകാൻ പറഞ്ഞ ബ്രോയുടെ അമ്മയുടെ കാര്യം ഓർത്ത് വിഷമിപ്പിക്കണം. ഞാൻ പറഞ്ഞോളാന്നേ. അയ്യോ, എന്റെ അവസ്ഥ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനാ ഞാൻ? എന്താ ബ്രോ ആലോചിക്കുന്നേ? വീട്ടിലേക്ക് വരുന്ന വിരുന്നുകാരെ പുറത്തെങ്ങനെ നിർത്തി സംസാരിക്കുകയാണോ വേണ്ടത്? വീട്ടിലേക്ക് വിളിച്ച് കയറ്റി ചായയും കാപ്പിയൊക്കെ തരുന്നല്ലേ മര്യാദ? സാർ, സാറിന് ചായല്ലേ വേണ്ടത്? ആ ജംഗ്ഷനില് നല്ലൊരു ചായക്കടയുണ്ട്. അടിപൊളി ചായ അവിടത്തെ. ഞാൻ ചായയെ പറ്റി മാത്രമല്ല പറഞ്ഞത് സാർ, അവിടുത്തെ കോഫി നല്ലതാ.
അയ്യോ ഈ കോഫിയും ചായയൊക്കെ അങ്ങ് വിട്ടേക്ക്. കവിനെ നിങ്ങളുടെ അമ്മയാ വിളിച്ചത്, അതുകൊണ്ടാ അവനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. വാ അകത്ത് പോ. സാർ ഒരു മിനിറ്റ് സാർ. സാർ സമയം എത്രയായി സാർ? 9:55. അയ്യോ സാർ, ഇപ്പൊ രാഹുകാല. ആദ്യമായിട്ട് വീട്ടിൽ വരുന്നവര് രാഹുകാലത്തിന് വീട്ടിൽ കയറാൻ പാടില്ലെന്നാ. ഓൾറെഡി ഞാൻ ഈ വീട്ടിൽ വന്നിട്ടുണ്ട്. ആ എന്നാ രാഹുകാലം ഇപ്പൊ അല്ലല്ലോ, രാഹുകാലം ഇനിയും 1 മണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ? അയ്യോ സാർ, ഇപ്പൊ ഉള്ളി വന്ന എന്റെ രാഹുകാലം അവിടെ തുടങ്ങുവേ. ഇനിയിപ്പൊ എന്താ ചെയ്യാന്നറിയില്ല. എന്താ ബ്രോ ഇങ്ങനെ സ്വയം സംസാരിക്കുന്നത്? സാർ, സാറിന്റെ രാശി ഏതാ? തുലാം രാശി. സാറിന് മോനേതാ രാശി? അവൻ കർക്കിടക രാശിയാ. അയ്യോ സാർ, നിങ്ങൾക്ക് രണ്ടുപേർക്ക് രാഹുകാലം ഇപ്പോ. അയ്യോ, അതുകൊണ്ട് ഒരു 5 മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യ. രാഹുകാലം കഴിഞ്ഞാ ഞാൻ തന്നെ നിങ്ങളെ വന്ന് വിളിച്ചോണ്ട് പോവാം, പോരെ? ആ വാടാ.